1990 ഒരു വേനൽക്കാലത്താണ് ഞങ്ങൾ 5 പേർ ആ യാത്ര തിരിച്ചത്. ഒരേ ബസ്, ഒരേ മുഖങ്ങൾ. 2 ദിവസം കൊണ്ട് എത്തേണ്ട മായപുരിയിലേക്ക് 3 ദിവസമായിട്ടും ബസ് ഓടിക്കൊണ്ടിരുന്നു. പുറത്ത് മരങ്ങളും മലനിരകളും മിന്നിമറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു വല്ലാത്ത നിശബ്ദത ആ ബസ്സിനുള്ളിൽ തളം കെട്ടി നിന്നിരുന്നു. മറ്റ് യാത്രക്കാർ പ്രതിമകളെപ്പോലെ ഇരിക്കുന്നു. ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്, അർജുൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇഷാൻ തന്റെ ഫോണിൽ മാപ്പ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്ക്രീൻ വെറുതെ മിന്നിത്തെളിയുക മാത്രം ചെയ്തു. മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നില്ല, എല്ലാം ബ്ലാങ്കാണ്. അവന്റെ കൈകൾ വിറച്ചു. ഞങ്ങൾ ഡ്രൈവറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞങ്ങൾക്കിവിടെ ഇറങ്ങണം, സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു. കറുത്ത തൊപ്പി ധരിച്ച ഡ്രൈവർ തിരിഞ്ഞുപോലും നോക്കാതെ പറഞ്ഞു, കുറച്ചുകൂടി അപ്പുറത്താണ് നിങ്ങളുടെ സ്ഥലം, ഒന്ന് ക്ഷമിക്കൂ. അയാളുടെ ശബ്ദത്തിന് മനുഷ്യന്റേതല്ലാത്ത ഒരു തണുപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആര്യൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിലവിളിച്ചത്. ഇത് നമ്മൾ യാത്ര തുടങ്ങിയ അതേ സ്ഥലമല്ലേ? അമ്പരപ്പോടെ ഞങ്ങൾ നോക്കി. അതെ, 3 ദിവസം മുൻപ് ഞങ്ങൾ കയറിയ അതേ ബസ് സ്റ്റാൻഡ്. ഭയവും ആശ്വാസവും ഒരുപോലെ തോന്നി. വണ്ടി നിർത്തിയ ഉടനെ ഞങ്ങൾ പുറത്തേക്ക് ചാടി. ഇനി വെറും 300 മീറ്റർ നടന്നാൽ വീട്ടിലെത്താം. ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ഞങ്ങൾ വേഗത്തിൽ നടന്നു. പക്ഷേ 500 മീറ്റർ കഴിഞ്ഞിട്ടും പരിചിതമായ വീടുകളൊന്നും കണ്ടില്ല. പകരം വഴിയരികിൽ മുമ്പില്ലാത്ത ചില വിചിത്രമായ രൂപങ്ങൾ കണ്ടു തുടങ്ങി. റേഞ്ചില്ല, എന്റെ ഫോണിൽ സിഗ്നൽ കാണിക്കുന്നില്ല, കബീർ പരിഭ്രമിച്ചു. ബാക്കി 4 പേരും നോക്കി. ആരുടെയും ഫോണിൽ റേഞ്ചില്ല. സമയം രാത്രി 7 മണി. ചുറ്റും കനത്ത മൂടൽ മഞ്ഞ് പടർന്നു. ദൂരെ ഒരു മങ്ങിയ വെളിച്ചം കണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഓലമേഞ്ഞ ഒരു ചെറിയ കട. അവിടെ പ്രായം തോന്നിക്കാത്ത കണ്ണുകളിൽ നിഗൂഢത ഒളിപ്പിച്ച ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷെൻഷാ എന്നായിരുന്നു അയാളുടെ പേര് എന്ന് കടയ്ക്ക് മുന്നിലെ ബോർഡിൽ നിന്ന് വ്യക്തമായി. ചേട്ടാ, ഞങ്ങൾ വഴിതെറ്റി വന്നതാ. മായപുരിയിലേക്ക് പോകാൻ ഒന്ന് സഹായിക്കാമോ? അർജുൻ ചോദിച്ചു. അയാൾ തിരികെ സംസാരിച്ചു. പക്ഷെ അത് മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ആയിരുന്നില്ല. ലോഹങ്ങൾ തമ്മിൽ ഉരസുന്നതുപോലെയുള്ള വിചിത്രമായ ശബ്ദങ്ങൾ. ഞങ്ങളുടെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറി. ഒരു വിധത്തിൽ ആംഗ്യഭാഷയിലൂടെ അയാളെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അയാൾ തന്റെ ഫോൺ ഇഷാന്റെ നേരെ നീട്ടി. ഇഷാൻ വിറയ്ക്കുന്ന വിരലുകളോടെ മായപുരി എന്ന് സെർച്ച് ചെയ്തു. മാപ്പ് ലോഡാകാൻ സെക്കൻഡുകളെടുത്തു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് ആ സ്ക്രീനിലേക്ക് നോക്കി. ഇഷാന്റെ മുഖം വിളറി വെളുത്തു. അവൻ തന്റെ കൂട്ടുകാരെ നോക്കി പതുക്കെ പറഞ്ഞു, മായപുരി എന്നൊരു സ്ഥലം ഈ ഭൂമിയിലില്ലെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അന്ധേരി ഗലി എന്ന സ്ഥലം കാണിക്കുന്നത് പസഫിക് സമുദ്രത്തിന്റെ നടുവിലാണ്. ചുറ്റുമുള്ള മരങ്ങൾക്കിടയിൽ നിന്ന് ആരോ ചിരിക്കുന്ന ശബ്ദം കേട്ടു. കടക്കാരനായ ഷെൻഷാ പതുക്കെ എഴുന്നേറ്റ് തന്റെ വായ തുറന്നു. അയാളുടെ പല്ലുകൾക്ക് കത്തിയുടെ മൂർച്ചയുണ്ടായിരുന്നു. ഷെൻഷായുടെ വിചിത്രമായ ആ ചിരി കണ്ടതും ഞങ്ങളുടെ ഉള്ളൊന്ന് കാളി. മനുഷ്യന്റേതല്ലാത്ത ആ പല്ലുകൾ തിളങ്ങുന്നത് കണ്ട അർജുൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓടിക്കോ. ഒരു നിമിഷം പോലും കളയാതെ ഞങ്ങൾ ആ കടയിൽ നിന്നും ഇരുട്ടിലേക്ക് പാഞ്ഞു. പിന്നിൽ നിന്നും ആ കടക്കാരന്റെ വിചിത്രമായ ഭാഷയിലുള്ള അലർച്ച മുഴങ്ങിക്കേട്ടു. അത് വെറുമൊരു മനുഷ്യന്റെ ശബ്ദമായിരുന്നില്ല. ഒരേ സമയം 100 പേർ സംസാരിക്കുന്നത് പോലെ ഭീകരമായിരുന്നു. തളർന്ന് ഞങ്ങളൊരു വലിയ മതിലിനടുത്തെത്തി. അല്പം ശ്വാസം വിടാൻ നിന്നപ്പോഴാണ് ആര്യൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചിലേക്ക് നോക്കിയത്. സമയം നോക്കിയേ. വാച്ചിലെ സെക്കൻഡ് സൂചി ഒരേ സ്ഥാനത്ത് നിന്ന് വിറയ്ക്കുകയാണ്. മുന്നോട്ട് നീങ്ങുന്നില്ല. സമയം 7:10 തറഞ്ഞു നിൽക്കുന്നു. ഞങ്ങൾ ചുറ്റും നോക്കി. അവിടെയൊന്നും കാറ്റില്ല, പക്ഷികളുടെ ശബ്ദമില്ല, പൂർണ്ണമായ നിശബ്ദത. നമ്മൾ എവിടെയോ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, സിദ്ധാർത്ഥ് പതുക്കെ പറഞ്ഞു. ആ ഡ്രൈവർ നമ്മളെ ഇറക്കിവിട്ടത് 1990 അല്ല, മറിച്ച് മറ്റേതോ ഒരു കാലത്താണ്. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു വാഹനത്തിന്റെ വെളിച്ചം വരുന്നത് കണ്ട് ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കി. അത് ഞങ്ങൾ വന്ന അതേ ബസ്സായിരുന്നു. പക്ഷേ ഇത്തവണ ബസ്സിനൊരു മാറ്റമുണ്ട്. ബസ്സിന്റെ ബോഡി മുഴുവൻ തുരുമ്പെടുത്ത് ദ്രവിച്ചിരിക്കുന്നു. ബസ് ഞങ്ങളുടെ അടുത്തെത്തി നിന്നു. വാതിൽ തനിയെ തുറന്നു. ഉള്ളിൽ പഴയ യാത്രക്കാർ അതേപടി ഇരിപ്പുണ്ട്. പക്ഷെ അവരുടെ വസ്ത്രങ്ങൾ ദ്രവിച്ചു കീറിയിരിക്കുന്നു. മുഖങ്ങൾ വെളുത്തു വിളറി, കണ്ണുകൾക്ക് പകരം കറുത്ത കുഴികൾ മാത്രം. അർജുൻ, നോക്ക്, കബീർ വിരൽ ചൂണ്ടി. ബസ്സിന്റെ മുൻസീറ്റിൽ ഞങ്ങളുടെ 5 പേരുടെയും ബാഗുകൾ ഇരിക്കുന്നു. ഞങ്ങൾ അന്ന് ധരിച്ചിരുന്ന അതേ ഷർട്ടുകൾ സീറ്റുകളിൽ വിരിച്ചിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഇഷാന്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. റേഞ്ച് ഇല്ലാത്ത ഫോണിൽ എങ്ങനെയോ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അവനത് ഉറക്കെ വായിച്ചു. 1990 മെയ് 14 മായപുരിയിലേക്കുള്ള യാത്രയ്ക്കിടെ കൊക്കയിലേക്ക് മറിഞ്ഞ ബസ്സിലെ 5 യുവാക്കളുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്താനായില്ല.
തിരച്ചിൽ തുടരുന്നു. മെസ്സേജിന് താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ഞങ്ങളുടെ 5 പേരുടെയും ചിരിക്കുന്ന മുഖങ്ങൾ. ഞങ്ങൾ പരസ്പരം നോക്കി. ഞങ്ങളുടെ ശരീരങ്ങൾ പതുക്കെ സുതാര്യമായി മാറുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കാലുകൾ തറയിൽ സ്പർശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മരിച്ചുപോയോ? ആര്യന്റെ സ്വരമിടറി. അപ്പോഴേക്കും ബസ് ഡ്രൈവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു ഞങ്ങളടുത്തേക്ക് വന്നു. ആ തൊപ്പി മാറ്റിയപ്പോൾ ഞങ്ങൾ കണ്ടത് മാംസമില്ലാത്ത ഒരു തലയോട്ടിയായിരുന്നു. അയാൾ തന്റെ അസ്ഥികൂടം പോലുള്ള കൈകൾ നീട്ടിക്കൊണ്ടു പറഞ്ഞു, നിങ്ങളുടെ സീറ്റുകൾ തയ്യാറാണ്. ഇനി മടങ്ങാൻ കഴിയില്ല. ഇത് അവസാനമില്ലാത്ത യാത്രയാണ്. ദൂരെ ആ പഴയ കടയിലിരുന്ന ഷെൻഷാ അപ്പോഴും ഞങ്ങളെ നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഞങ്ങളുടെ ആയുസ്സിന്റെ പുസ്തകമുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ബസ്സിനുള്ളിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. അത് ഞങ്ങളുടെ തന്നെ ശബ്ദമായിരുന്നു.